അല്ല, സത്യത്തിൽ ഈ ഒരു പ്രോജക്റ്റ് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ രീതിയിലായിരുന്നില്ല. ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നുള്ള ആ ഒരു രീതിയിൽ അത്യാവശ്യം ആളുകൾക്ക് വാഹന സൗകര്യവും ഇതെല്ലാം അക്കരയ്ക്ക് പോകാൻ, പുഴയിൽ നിന്ന് അക്കരയ്ക്ക് പോകാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് ആണ്, ഒരു തടയണയും ബ്രിഡ്ജും അതായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പദ്ധതി ചെയ്തു വന്നപ്പോൾ അത് വെറും റെഗുലേറ്ററായി മാത്രം മാറുകയും ചെയ്തു. ഇപ്പോൾ ആർക്കും പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല, നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാക്കി വെക്കുകയും ചെയ്തു. പക്ഷേ എന്തോ ഗവൺമെന്റിന് മറ്റേ കൂടുതൽ കോടികളുടെ പദ്ധതികൾ ഉണ്ടാക്കണം, ഞങ്ങൾ അത്ര കോടി ചെലവ് ചെയ്തു, ഇത്ര കോടിയുടെ വികസന പ്രവർത്തനം കൊണ്ടുവന്നു എന്നല്ലാതെ ഇത് മറ്റേ എന്ന് പറയണമെന്നേ ഉള്ളൂ. അല്ല, ജനങ്ങൾക്ക് ഉപകാരമുണ്ടോ? അല്ല, മറ്റേ പൈസ പോണ്ട്, പൈസ ചെലവാക്കുന്നുണ്ട്, എന്ത് ഗുണം? റെഗുലേറ്റർ സ്ഥാപിക്കുകയല്ലാതെ ഇന്ന് വരെ അതിനുള്ള മറ്റ് പണികൾ, അതായത് ഒരു കനാല് വിട്ട് അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറിഗേഷനുള്ള മോട്ടോർ വെക്ക് അങ്ങനെയുള്ള യാതൊന്നും നടന്നിട്ടില്ല. പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും 10 കോടി 12 കോടി രൂപ ചെലവാക്കണം എന്നാണ് മന്ത്രി പറയുന്നത്. നമുക്കറിയില്ല. കറണ്ടില്ല, ട്രാൻസ്ഫോമർ വെക്കണം, അതിന് ഈ കോടികൾ ചെലവാക്കണം. ഏത് കാലത്ത് ഇത് മുൻകൂട്ടി ചെയ്ത് ആലോചിച്ച് ചെയ്യേണ്ടതിന് പകരം ഇത് സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കി വെച്ചു, ബാക്കിയുള്ള പണി ഇനി ഫണ്ട് വരുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ഉണ്ടായിരുന്നത്, ആ ബ്രിഡ്ജ് ഇപ്പൊ ഇല്ല. അത് കാരണം ഏകദേശം 50ഓളം വീടുകൾ ഇവിടെ, ഇവർക്ക് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ജമാഅത്ത് ഖബർസ്ഥാൻ ഇവിടെയാണ്, പാലത്തൂടിന്റെ ഇക്കരയിലാണത്. മരിപ്പ് കൊണ്ടുവരാനോ ഒരു യാതൊരു നിവൃത്തിയിൽ ചുറ്റും 4-5 കിലോമീറ്റർ ചുറ്റുമാണ് ഇവിടെ വരാൻ. ആദ്യം ഞാൻ വിഭാവനം ചെയ്ത സമയത്ത് തന്നെ അതിന്റെ ഏകദേശം എല്ലാ ധാരണയിലും എത്തിയിട്ടുണ്ടാവും. അത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണോ അവർ ഉദ്ദേശിച്ച് ചെയ്തത് അത് ആദ്യം നടപ്പിലാക്കണം.